ഞാനൊരു പാലമിട്ടിട്ടുണ്ട്. അതിൻ്റെ നിർമ്മിതിയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും പേടിയില്ലാതെ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ബോംബെയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആ പെൺകുട്ടി ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത്. പലപ്പോഴും നമ്മൾ തളർന്നുപോയി എന്ന് തോന്നിയേക്കാവുന്ന അനേകം സന്ദർഭങ്ങളുണ്ടാകും. പലപ്പോഴും പല പഴികളും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. വിഷാദ രോഗത്തിനും മാനസിക സമ്മർദ്ദത്തിനുമൊക്കെ അടിമപ്പെട്ട അനേകം സന്ദർഭങ്ങളുണ്ടാകാം. അവിടെയെല്ലാം ഒരേ ദിശയിൽ ദൈവത്തിൽ വിശ്വസിച്ച്, ഈശ്വരനിൽ വിശ്വസിച്ച്, വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറുവാൻ സാധിക്കുമ്പോൾ, ദൈവം കൂടെയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മളും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് എന്നുള്ളതായ ബോധ്യപ്പെടലും കൂടിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഈ വിശ്വാസം മതത്തിനതീതമായി ദൈവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്കും, തിന്മയിൽ നിന്നും നന്മയിലേക്കും, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കുമുള്ള പ്രയാണമായിരിക്കട്ടെ നമ്മുടെ മതങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സംഹിതകളും എല്ലാം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ നിലയിൽ ഇവിടെ ഉയർന്നിരിക്കുന്ന ദേവാലയം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സംഗമസ്ഥാനത്താണ് ദേവാലയങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ളൊരു സംഗമസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊതുസമ്മേളനത്തിന് അങ്ങനെ ഒരു മന്ദിരം കുദാശ ചെയ്യപ്പെടുമ്പോൾ അത് ഇവരുടെ മാത്രം ഒരു സ്വകാര്യതയിലുള്ള ഒരു നേട്ടമല്ല. അത് ഈ നാടിൻ്റെ, ഇവിടെയുള്ള നാട്ടുകാരുടെ, ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയുണ്ട് അതിൻ്റെ ഒപ്പം.